बस के नीचे बाघ बाघ टाइगर। किसी जंगल में एक छोटा बाघ खेल रहा था. ജംഗൽ ഫോറസ്റ്റ്. ഒരു കാട്ടിൽ ഒരു ചെറിയ കുട്ടി ടൈഗർ കളിക്കുന്നുണ്ടായിരുന്നു. खेलते खेलते वह जंगल के पास वाली सड़क पर निकल आया. सड़क पर एक बस खड़ी थी. സഡക് റോഡ്. കളിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി ടൈഗർ അറിയാതെ റോഡിലേക്ക് വന്നു. റോഡിലൊരു ബസ് നിൽപ്പുണ്ടായിരുന്നു. छोटे बाघ ने देखा कि बस का दरवाज़ा खुला है. बाघ अपने अगले पंजे बस की सीढ़ी पर रखकर बस के भीतर देखने लगा. दरवाज़ा डोर, पंजे കൈപ്പത്തി, സീഡി സ്റ്റെയേഴ്സ്. കുട്ടി ടൈഗർ കണ്ടു ബസ്സിൻ്റെ ഡോറ് തുറന്നിരിക്കുന്നത്. അവന് ഉള്ളിൽ സ്റ്റെപ്പിൽ കയറി ഉള്ളിൽ നോക്കി, ബസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കി. उसने देखा कि बस के भीतर आगे की तरफ से गिर गिर की आवाज़ आ रही है और उसके पास एक आदमी बैठा है. ആവാസ് സൗണ്ട്. അവൻ ഉള്ളിൽ നോക്കിയപ്പോൾ ഗിർ ഗിർ എന്നൊരു സൗണ്ട് കേട്ടു. അതിൻ്റെ അടുത്തൊരു ആളിരിക്കണതും കണ്ടു. छोटे बाघ ने ये भी देखा कि उस आदमी के सामने एक दीवार सी है. दीवार वॉൾ, ഒരു വോൾ മാതിരി എന്തോ കണ്ടു. लेकिन यह दीवार कुछ अजीब थी. പക്ഷെ അതെന്തോ പോലെയായിരുന്നു. इस दीवार में से बाहर की हर चीज़ साफ साफ दिखाई दे रही थी. ഈ ചുമരിന്ന് എല്ലാം നല്ലപോലെ കാണുന്നുണ്ടായിരുന്നു. बाघ ने अपना सिर दाहिनी तरफ मोड़ा. दाहिनी राइट, राइट साइड तिरने നോക്കി. उसने देखा कि बस में कई लोग बैठे हैं. आगे वाली सीट पर दो छोटी लड़कियां बैठी थी. റൈറ്റ് സൈഡ് ആൾക്കാർ ഇരിക്കണതല്ലേ, അപ്പോൾ അവിടെ കുറേ ആൾക്കാരെ കണ്ടു. മുമ്പിലോ രണ്ട് ചെറിയ പെൺകുട്ടികൾ ഇരിക്കണത്. अचानक छोटे बाघ को लगा कि लोग उससे डर रहे हैं और उसे भगाना चाहते हैं. പെട്ടെന്ന് കുട്ടി ടൈഗറിന് തോന്നി ആൾക്കാർ അവനെ കണ്ട് പേടിച്ചു പോയി. എന്നിട്ട് അവനെ ഓടിക്കാൻ നോക്കുകയാണ്. तभी सामने की सीट पर बैठा आदमी उठा और अपनी दाहिनी ओर वाला दरवाज़ा खोलकर बाहर कूद गया. അപ്പോൾ മുമ്പിലിരിക്കുന്ന ആളാരാ? ഡ്രൈവർ. അയാളുടെ ഡോറ് തുറന്ന് താഴേക്ക് ചാടി. बस के बाकी लोग भी तेज़ी से पीछे वाले दरवाजे की तरफ भागने लगे. മുമ്പിലത്തെ വഴി കൂടിയാണല്ലോ കുട്ടി ടൈഗർ, അപ്പോൾ ആൾക്കാർ പിന്നിലത്തെ വഴി കൂടി ഓടാൻ തുടങ്ങി. लोगों को भागते देखकर छोटा बाघ कुछ घबराया. ആൾക്കാരെ ഓടണ കണ്ടിട്ട് കുട്ടി ടൈഗർ ഒന്ന് പേടിച്ചുപോയി. वह सीढ़ी से उतरा और बस के नीचे घुस गया. താഴെ ഇറങ്ങിയിട്ട് ബസ്സിൻ്റെ താഴേക്ക് പോയി. नीचे पहुंचकर वह बस के आगे वाले पहिए के पास जाकर दुबक गया. താഴെ പോയിട്ട് മുമ്പിലത്തെ ടയറിൻ്റെ ചേർന്ന് ഒളിഞ്ഞിരുന്നു. लेकिन वहाँ उसे अच्छा नहीं लगा. वह फिर से बस के भीतर जाना चाहता था. പക്ഷെ അവനോ അതിഷ്ടമില്ല. അവൻ പിന്നെയും ഉള്ളിൽ കയറാനാണ് ആഗ്രഹിച്ചത്. थोड़ी देर बाद वह बाहर निकला और बस की सीढ़ी पर पंजे रख के भीतर चला गया. പിന്നെ അവൻ വെളിയിലിറങ്ങിയിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ കയറി. वह सामने वाली सीट पर बैठकर बाहर देखने लगा. വേഗം പോയി ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്നിട്ട് വെളിയിലേക്ക് നോക്കാൻ തുടങ്ങി. सामने से एक बस आ रही थी. उसमें बहुत सारे लोग बैठे थे. उन्हें देखकर छोटा बाघ सोचने लगा कि उसकी बस के लोग क्यों भाग गए. ഡ്രൈവറുടെ സീറ്റിലിരുന്നപ്പോൾ മുമ്പിൽ കൂടെ ഒരു ബസ് വരുന്നത് കണ്ടു. അതിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൻ വിചാരിച്ചു, എൻ്റെ ബസ്സിലത്തെ ആൾക്കാരെന്തിനാ ഓടിപ്പോയത്. बस के नीचे पहुंचकर छोटे बाघ को अच्छा क्यों नहीं लगा. ബസ്സിൻ്റെ താഴെ പോയപ്പോൾ കുട്ടി ടൈഗറിന് എന്താ ഇഷ്ടാവാതിരുന്നത്? കാരണം അവന് ബസ്സിൻ്റെ ഉള്ളിൽ പോകാനായിരുന്നു ആഗ്രഹം. क्या तुमने कभी किसी बस या जीप में से नीचे झांक कर देखा है? നിങ്ങളെപ്പോഴെങ്കിലും ബസ്സിൻ്റെയും ജീപ്പിൻ്റെയും താഴെ പോയി നോക്കിയിട്ടുണ്ടോ? तुम्हें वहाँ क्या दिखाई दिया? നിങ്ങൾക്ക് അവിടെ എന്താ കണ്ടത്? കണ്ടിട്ടുണ്ട്. അവിടെ താഴെ പെട്രോൾ ടാങ്ക് അങ്ങനത്തെ ഒക്കെ ഇല്ലേ. बस के अगले हिस्से में से गिर गिर की आवाज़ क्यों आ रही थी? മുമ്പിൽ ഗിർ ഗിർ ശബ്ദം വരുന്നു പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? അത് ഇഞ്ചിൻ്റെ ശബ്ദമായിരുന്നു. ബസ് में ज़्यादातर लोग दाई तरफ क्यों बैठे थे? കുറേ പേരെന്തിനാ റൈറ്റ് സൈഡ് ഇരുന്നുണ്ടായിരുന്നേ? കാരണം അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റായിരുന്നു.
बस में इतने सारे लोग बैठे थे, पर बाघ का ध्यान दो छोटी लड़किയാं पर ही गया. क्यों? ബസ്സിൽ കുറേ പേരുണ്ടായിരുന്നില്ലേ, പക്ഷെ അവൻ മുമ്പിലത്തെ രണ്ട് ചെറിയ പെൺകുട്ടികളെ മാത്രമേ കണ്ടുള്ളൂ. ക്യൂ? എന്താ? കാരണം അവർ മുമ്പിലായിരുന്നു ഇരിക്കണ്ടായിരുന്നത്. अगर बाघ बस की छत पर चढ़ जाता तो उसे दुनिया कैसे दिखाई देती? आसपास के लोग क्या करते? ബസ്സിൻ്റെ താഴെ പോയി എന്നല്ലേ പറഞ്ഞത്. അഥവാ ബസ്സിൻ്റെ ടെറസിൽ പോയിരുന്നെങ്കിൽ അവന് ഈ മോളിൽ ഇരുന്നിട്ട് എങ്ങനെ കാണുമായിരുന്നു? അവിടുത്തെ ആൾക്കാരെന്ത് ചെയ്തിരുന്നേ? മുകളിൽ പോയിരുന്നെങ്കിൽ അവന് കാറ് ഓടുന്നതും വേറെ ബസ് പോണതും ആൾക്കാർ ഓടുന്നതൊക്കെ കാണുമായിരുന്നു. ആസ്പാസ് കെ ലോഗ് ക്യാ കർത്തെ? ആൾക്കാർ ചിലപ്പോൾ പേടിച്ചോടിയനെ, അല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞേനെ, അങ്ങനെ പലതും. ബാഗ് ദുബക്കർ बैठ गया था. करके बताओ नीचे लिखे काम वह कैसे करेगा? ടയറുടെ അടുത്ത് ഒളിഞ്ഞിരുന്നില്ലേ, ഇനി ബാക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ആക്ഷനിൽ പറയണം. ദുബക്ന ഒളിഞ്ഞിരിക്കുക, കാംപ്ന ഷിവറിങ്, ലഡഖടാന ഷിവറിങ്, സോന ഉറങ്ങുക, കീച്ചഡ്മേ ചലന ചെളിയിൽ നടക്കുന്നത്, ദൂത് പീന പാല് കുടിക്കണത്, നഹാന കുളിക്കണത്, ദവായി ഖാന മരുന്ന് കഴിക്കണത്. सामने की सीट पर बैठा आदमी उठा और अपनी दाहिनी ओर वाला दरवाज़ा खोलकर बाहर कूद गया. മുമ്പിലത്തെ ആൾ എണീച്ചിട്ട് അയാളുടെ അടുത്തുള്ള ഡോറിൽ നിന്ന് താഴെ ചാടിയെന്ന് പറഞ്ഞില്ലേ. ये व्यक्ति कौन था? അത് ആരായിരുന്നു? ഡ്രൈവർ. ബസ് മേ കിത്നെ ദർവാജെ थे? ബസ്സിൽ എത്ര ഡോർ ഉണ്ടാവും? 3. ഒന്ന് ഡ്രൈവറുടെ, പിന്നെ ആൾക്കാർക്ക് പോകാനുള്ള 2 ആകെ ക്യാ ഹുവാ ഹോഗ? കഹാനി സുനാവ്. ഇനി എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഒന്ന് വെറുതെ കഥ ഉണ്ടാക്കൂ. ചിലപ്പോൾ കുട്ടി ടൈഗർ ബസ് ഓടിച്ചിട്ടുണ്ടാവും. बस में बैठे लोग बाघ के बच्चे से डर रहे थे. बाघ भी उन लोगों से डर रहा था. ബസ്സിലിരുന്ന ആൾക്കാർ കുട്ടി ടൈഗറെ കണ്ട് പേടിച്ചിരുന്നു. കുട്ടി ടൈഗറും അവരെ കണ്ട് പേടിച്ചിരുന്നു. सोचो इन्हें कैसे लगता होगा जब कोई इनसे डर जाता है. ഈ പ്രാണികളെ കാണുമ്പോൾ എങ്ങനെ തോന്നും ആൾക്കാർക്ക് പേടി തോന്നുമ്പോൾ? പല്ലിയെ കണ്ട ആൾക്കാർ പേടിച്ചാൽ പല്ലിക്ക് നല്ലത് തോന്നായിരിക്കും. ചൂഹ, എലിയെ കണ്ട് ആൾക്കാർ പേടിച്ചാൽ ചിലപ്പോൾ എലിയും ആശ്ചര്യത്തോടെ നോക്കും. കുത്ത, ബോബോനെ കണ്ടിട്ട് ആൾക്കാർ ഓടിപ്പോയാൽ ചിലപ്പോൾ ബോബോ പിന്നാലെ ഓടും. സാംപ്, പാമ്പിനെ കണ്ട ആൾക്കാർ ഓടിയാൽ ചിലപ്പോൾ പാമ്പും പിന്നാലെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. बाघ डर कर बस के नीचे दुबक गया. तुम डर लगने पर क्या करते हो? कहाँ दुबकते हो? കുട്ടി ടൈഗർ പേടിച്ചിട്ട് ടയറുടെ അടുത്ത് ഒളിഞ്ഞിരുന്നു. നിങ്ങൾ പേടിച്ച് എന്താ ചെയ്യുക? ചിലപ്പോൾ ഡോറിൻ്റെ പിന്നാലെ ഒളിഞ്ഞിരിക്കും, ചിലപ്പോൾ ബെഡിൻ്റെ അടിയിൽ പോകും. बाघ से सब डरते हैं पर इस कहानी में लोग बाघ के बच्चे से भी डर गए. ऐसा क्यों? വലിയ ടൈഗർ ആണെങ്കിൽ എല്ലാവരും പേടിച്ചു പോകും, പക്ഷേ ഇത് കുട്ടി ടൈഗറെ കണ്ടിട്ടും പേടിച്ചു പോയി. അതെന്താ? എന്താണെങ്കിലും അത് കുട്ടി ടൈഗർ അല്ലേ, ആൾക്കാരെന്തായാലും പേടിക്കും. बस के सामने वाली दीवार अलग तरह की थी. उसके आर पार देखा जा सकता था. ഒരു മതിലിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിനെ അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. ये दीवार क्या थी? അതെന്തായിരുന്നു? അത് ഗ്ലാസ് വിൻഡോ ആയിരുന്നു. किन किन चीज़ों के आर पार देखा जा सकता है, किन किन चीज़ों के आर पार नहीं देखा जा सकता. എങ്ങനെ ഈ ഗ്ലാസ് വിൻഡോ മാതിരി വേറെ എക്സാമ്പിൾസ്? ഗ്ലാസ് വിൻഡോനെ മാതിരി വേറെ ഏതായിരിക്കും? ഒരു ബോട്ടിൽ കൂടെ, വെള്ളം നിറച്ച ബോട്ടിൽ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പറ്റും. പിന്നെ കാണാൻ പറ്റാത്തതോ? ഒരു വാൾ, ബുക്സ് ഇങ്ങനെ മിഡിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ പറ്റില്ലല്ലോ, അങ്ങനെ. आओ शब्द की अंत्याक्षरी खेले. मेरे किताब എന്ന ലെസൺ ചെയ്ത മാതിരി അങ്ങനെ. अंत्याक्षरी की शुरुआत हम कर देते हैं. उसे आगे बढ़ाओ. बाघ, घर, र रुमाल, ल लेकिन, न नाक, क कलम, म मछली. तुम्हारे घर या स्कूल के आसपास कौन कौन से जानवर या पक्षी नज़र आते हैं पता करो. വീടിനും സ്കൂളിനും അടുത്ത് ഏതെങ്കിലും ആനിമൽസോ ബേർഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരും. ജാൻവർ, ആനിമൽ, ഡോഗ് ഉണ്ടാവും, ക്യാറ്റ് ഉണ്ടാവും, കൗ, റാറ്റ്. പക്ഷി, ക്രോ, पीकॉक, hen, पैरट. कितने पहिए? कुछ गाड़ियों में 2 पहिए होते हैं, कुछ में 3 और कुछ में 4.
कक्षा में बातचीत करो और नीचे सही खानों में गाड़ियों के नाम लिखो. ചില വണ്ടികളിൽ 2 ടയർ ഉണ്ടാവും, ചിലതിൽ 3. അങ്ങനെ വണ്ടികളുടെ പേരെഴുതൂ. ദോ पहिए 2 ടയറുള്ളത് ഏതാ? ബൈക്ക്, സ്കൂട്ടി, സൈക്കിൾ. 3 पहिए ഓട്ടോറിക്ഷ. 4 पहिए ബസ്, കാറ്, ട്രക്ക്.